നമസ്കാരം. ഇന്നലത്തെ PSG ആഴ്സണൽ കളി കാണാത്തവർക്ക് മിസ്സായി എന്നാണ് പറയാനുള്ളത്. കാരണം ഞാൻ ഇന്നലെ കളിയുടെ മുന്നത്തെ ഒരു വീഡിയോയിൽ ആര് ജയിക്കും എന്നുള്ളൊരു വീഡിയോയിൽ ഇട്ടിരുന്നു. കളി ടാക്റ്റിക്കലി വളരെ ബ്രില്യൻ്റ് മാച്ചായിരിക്കുന്നു. കാരണം ഇന്നലെ ഒരു 25 മിനിറ്റ് വരെ നമ്മൾ PSG ഹോം ഗ്രൗണ്ടിലാണ് കളിക്കുന്നത് എന്നുള്ളൊരു പ്രതീതി വരുത്തി. കാരണം PSG 67% ബോൾ പൊസിഷൻ PSG കീപ്പ് ചെയ്തിരുന്നു. PSG തുരു അറ്റാക്ക് വന്നു. അതിലൊരു 3-ാമത്തെ മിനിറ്റിൽ ഡംബൽ അടിച്ച ഗോളിൽ PSG മുൻതൂക്കം വന്നു. അതിൽ ആഴ്സണലൊന്ന് പിൻവലിഞ്ഞ പോലെ ഈ കളി. അപ്പോൾ ഈ ഒരു 25 മിനിറ്റിന് ശേഷം ആഴ്സണലിൻ്റെ ഒരു കംബാക്കാണ് കണ്ടത്. ആഴ്സണൽ തുരാന്ന് ആഴ്സണലിൽ അറ്റാക്ക് വരുന്നു. ഡൊണരുമ എന്നുള്ളൊരു വൻമരം. കാരണം ഇന്നലത്തെ മാർട്ടിൻ്റെയും ട്രൊസാർഡിൻ്റെയും 2 നല്ല ഗോള് എന്ന് ഉറപ്പിച്ച 2 അടികളാണ് തട്ടിയത്. അതേപോലെ ഡേവിഡ് ഒരു ബോള് ഡേവിഡ് തട്ടിയത്. പക്ഷേ ഡൊണരുമ ഒരു വൻമതിലാണ്. ഡൊണരുമ ബ്രില്യൻ്റ് ഗോൾ കീപ്പറാണ്. കാരണം ഈ സീസണിൽ മൂപ്പരാൾ അടിപൊളിയായിട്ട് നിൽക്കുന്നത്. അതുപോലെ PSG ടീമാണെങ്കിലും നല്ല ആഴ്സണൽ ഒരു ഗോളിൽ തോറ്റെങ്കിലും വളരെ എന്താ പറയുക, 2 ടീം നമുക്കൊരു കളി കാണുമ്പോൾ ഏത് നിമിഷം ഗോൾ വരുന്നുള്ളൊരു കളിയായിരുന്നു. പക്ഷേ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ടാക്റ്റിക്കലി നല്ല കളിയായതുകൊണ്ട് തന്നെ ഗോൾ ഒന്നിലേ വന്നുള്ളൂ. പക്ഷേ ചാൻസ് ക്രിയേറ്റ് ചെയ്തു, ഒരുപാട് ചാൻസ് ക്രിയേറ്റ് ചെയ്തു. എന്താ പറയുക, മാച്ച് വേറെ ലെവലും മാച്ച്. നമുക്ക് സെക്കൻഡ് ലെഗിൽ ആഴ്സണൽ PSG ഗ്രൗണ്ടിലാണ് കംബാക്ക് അടിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് കാണുന്നേ വേണം. താങ്ക് യു വെരി മച്ച്.